സാറേ നമസ്കാരം. നമസ്കാരം. ഈ പാലക്കാട് വർഗീയ ശക്തികളുടെ വോട്ട് വേണ്ട എന്ന് പറഞ്ഞ് നടന്ന ടീമിൻ്റെ പേര് കോൺഗ്രസ് എന്നാണ്. ഷാഫി പറമ്പിൽ, രാഹുൽ മാങ്കൂട്ടം അടക്കം വർഗീയ ശക്തികളുടെ വോട്ട് വേണ്ട എന്നാണ് പറയുന്നത്. ഇവർ ഈ വർഗീയ ശക്തികൾ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്ന ആരെയാണെന്ന് സാറിന് അറിയാലോ? ആർ എസ് എസിനെ ഒരു വർഗീയ ശക്തിയായി പോർട്രേ ചെയ്ത് ജനങ്ങളുടെ നടുക്കോട്ട് നിർത്തി ഒരു ഭീതി പരത്തിയിട്ട് ഇവർ പറയുകയാണ് വർഗീയ ശക്തികളുടെ വോട്ട് വേണ്ടാണ്. അപ്പോൾ അവിടെയുള്ള ജനങ്ങൾ വിചാരിക്കും ശക്തികൾ ഒരു ഇള്ളുള്ളത് കൊണ്ട് ഹിന്ദു വർഗീയ ശക്തിയും മുസ്ലിം വർഗീയ ശക്തിയും SDPI RSS അതായിരിക്കും. പക്ഷേ യഥാർത്ഥത്തിൽ പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ വോട്ട് ഇവർക്ക് വേണം. എന്നാൽ RSS എന്ന് പറയുന്ന സംഘടനയെ തള്ളിപ്പറയാനായിട്ട് ഇവർ RSSനെ വർഗീയ ശക്തിയാക്കി അങ്ങോട്ട് മാറ്റി നിർത്തി ജനങ്ങൾക്കിടയിൽ ഒരു, അതായത് ഈ ഹൈന്ദവർക്കിടയിൽ ഒരു ആശയക്കുഴപ്പം ഉണ്ടാക്കുക എന്നുള്ള ഒരു സംഭവം ഉണ്ടല്ലോ. അതായത് ഹൈന്ദവർക്കിടയിൽ ആർക്കും ആശയക്കുഴപ്പം ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. ഇപ്പോൾ വർഗീയ ശക്തി RSS എന്നൊക്കെ പറയുമ്പോൾ ഹൈന്ദവൻ എന്ത് ചിന്തിക്കും? ഒരു മതേതരത്വം ഉള്ളിലുള്ള ടീമാണല്ലോ, അങ്ങനെ ചിന്തിക്കും. അതേസമയം അപ്പുറത്തെ ടീമുണ്ടല്ലോ, അവർക്കിടയിലുള്ള ഒരു പൊളിറ്റിക്കൽ പാർട്ടിയെ വർഗീയ ശക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ അംഗീകരിച്ച് കൊടുക്കണമെന്നില്ല. പിന്നെ പോരാത്തതിന് അവർക്ക് അവരുടെ അജണ്ടകൾ നടപ്പിലാക്കുന്ന ആൾക്കാർക്ക് മാത്രമേ അവർ വോട്ടും ചെയ്യത്തുള്ളൂ. ഇനിയിപ്പോൾ എന്തൊക്കെ ആണെന്ന് പറഞ്ഞാലും അവരുടെ അജണ്ട നടപ്പാക്കണം. അപ്പോൾ SDPIയുടെ വോട്ട് അത് വർഗീയ ശക്തിയാണല്ലോ, വേണ്ട 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 എന്ന് ആണയിട്ട് പറഞ്ഞ രാഹുൽ മാങ്കൂട്ടം SDPI ഓഫീസിൽ, ജമാഅത്തയുടെ ഓഫീസിൽ, വെൽഫെയർ പാർട്ടിയുടെ ഓഫീസിൽ ചെന്ന് നിന്ന് കാല് നക്കുന്ന ഫോട്ടോ പുറത്തു വന്നിട്ടുണ്ട്. എന്തൊക്കെയാണ് സാർ ഇവിടെ സംഭവിക്കുന്നത്? അത് കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രം പരിശോധിച്ചാൽ പൊളിറ്റിക്കൽ രാഷ്ട്രീയം, പൊളിറ്റിക്കൽ വോട്ടിൻ്റെ കാലം കഴിഞ്ഞു. അങ്ങനത്തെ കാലമുണ്ട്. ഇപ്പോൾ CPM പറയും ഞങ്ങൾക്ക് വർഗീയ ശക്തിയുള്ള വോട്ട് വേണ്ട. ആളുകളുടെ വോട്ട് ചിലപ്പോൾ കിട്ടിയാൽ മേടിക്കുമായിരിക്കും. വോട്ടിടാൻ വരുമ്പോൾ ഒരാൾ വോട്ട് ചെയ്യാൻ ചെയ്യേണ്ടെന്ന് പറയില്ലായിരിക്കും. പക്ഷേ ഒരു സംഘടനാ തലത്തിൽ ഒരിക്കലും ചർച്ചയ്ക്കൊന്നും പോയിട്ടില്ലായിരുന്നു. പ്രത്യേകിച്ച് ഒരു ഘട്ടമായപ്പോൾ 80-കൾ വന്ന് കഴിഞ്ഞ് 87 നയനാര കാലമൊക്കെ ആയപ്പോൾ ലീഗിനെ പോലും എടുക്കണ്ട, ലീഗ് പോലും ഒരു വർഗീയ മുസ്ലിം പാർട്ടിയാണ്, വർഗീയമല്ല ഒരു മുസ്ലിം പാർട്ടിയാണ്, അവർ എടുക്കണ്ട എന്നൊക്കെയുള്ള ചർച്ചകളൊക്കെ കേരളത്തിൽ നടന്ന് CPM-നകത്ത് വലിയ ആശയ സമരം നടന്നിട്ടുണ്ട്. അയ്യോ, വലിയ നികേഷ് കുമാറിന്റെ അച്ഛനൊക്കെ MP രാഘവനുമായിട്ട് ബന്ധപ്പെടുത്തി വലിയ ആശയ സമരം, പേരിൽ എന്തോരം അദ്ദേഹത്തെ ആക്രമിച്ച് വലിയ ആശയ സംഘർഷം നടന്നിട്ടുണ്ട്. അദ്ദേഹത്തെ തുരത്തി ആക്രമിച്ചു. അപ്പം അങ്ങനെയൊക്കെ വന്നിട്ട് അതുപോലെ കോൺഗ്രസിനകത്ത് ഈ ചർച്ചയുണ്ട്. പക്ഷേ ഞാൻ പറയുന്നത് ഇവർ വർഗീയ സംഘടനകളുമായി സന്ധി ചെയ്യുന്നത് ഒരിക്കലും നല്ലതല്ല, പൊളിറ്റിക്കലി നല്ലതല്ല. അല്ല, സന്ധി ചെയ്യുന്നത് കൊണ്ട് നമുക്കൊരു പ്രശ്നവുമില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ സാറിനൊരു കാര്യം പറയാം. BJP ഞങ്ങൾ രാമക്ഷേത്രം പണിയും, അങ്ങനെയുള്ളവർ വോട്ട് ചെയ്താൽ മതി. പ്രകടന പത്രികയിൽ എഴുതിയിട്ടുണ്ട്. മുസ്ലിംസ് അവർക്ക് വോട്ട് ചെയ്യുന്നില്ലേ? ചെയ്യുന്നുണ്ട്. ഞങ്ങൾ മുത്തലാഖ് കൊണ്ടുവരും എന്ന് പറയുന്നുണ്ട്. മുസ്ലിംസ് വോട്ട് ചെയ്യുന്നില്ലേ? ചെയ്യുന്നുണ്ട്. പക്ഷേ കേരളത്തിൽ എത്തുമ്പോൾ മാത്രമേ അവർ പറയുന്നത് ഞങ്ങൾക്ക് വർഗീയ ശക്തികളുടെ വോട്ട് വേണ്ട, എന്നാലും തലയിൽ മുണ്ടിട്ടുകൊണ്ട് വർഗീയ ശക്തികളുടെ കാല് നക്കാൻ പോവുകയും ചെയ്യും. RSSന്റെ പടിയിൽ അവർ വരില്ല, കാരണം RSSനെ പേടിയാണ്. അങ്ങനെ തന്നെ ഞാൻ പറയും. പക്ഷേ സുഡാപ്പികളുടെയും മറ്റ് മുസ്ലിം പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെയും അടുത്ത് പോയി കാല് പിടിച്ച് കെട്ടിപ്പിടിച്ച് കരയുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിനെ പോലെയുള്ള ഒരു വൈബ്രൻ്റ് ആയിട്ടുള്ള ഒരു ചെറുപ്പക്കാരൻ ഇത് ഭൂഷണമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അല്ല, രാഹുൽ മാങ്കൂട്ടത്തെ പോലത്തെ ആളുകൾ തീർച്ചയായിട്ടും ഒരു ആദർശാത്മക രാഷ്ട്രീയത്തിലേക്ക് വരേണ്ടവരാണ്. തെരഞ്ഞെടുപ്പിൽ ജയിക്കുക എന്നുള്ളതിനപ്പുറം ഒരു ആദർശാത്മക രാഷ്ട്രീയത്തിലേക്ക് വരണം എല്ലാവരും. അപ്പോൾ അത് ചെറുപ്പക്കാർ പ്രത്യേകിച്ച് ഒരു ആദർശ രാഷ്ട്രീയത്തിലേക്ക് വരേണ്ടതാണ്. വർഗീയമായി ചിന്തിക്കുകയും വർഗീയമായി ജനങ്ങൾ സംഘടിക്കുകയും ചെയ്യുന്നത്, അവർ ജനാധിപത്യത്തിൽ പല രൂപത്തിൽ ആളുകൾ സംഘടിക്കും. അത് നമുക്ക് വേറെ അതൊക്കെ മറ്റൊരു തലത്തിലാണ് പോകുന്നത്. അപ്പം അങ്ങനെ സംഘടിക്കുന്നവരെ രാഷ്ട്രീയ മണ്ഡലവുമായി കുറച്ചൊന്ന് അകലത്തിൽ നിർത്തേണ്ടത്. അതിപ്പം ഞാൻ പറഞ്ഞ NSSനെ പോയി കാണുന്നത് പോലും പാടില്ല എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. SNDPയെ പോയി കാണുന്നതും. കാരണം അവർ വേറൊന്നുകൊണ്ടുമല്ല, അവരൊരു മതത്തിൻ്റെ അല്ലെങ്കിൽ ഒരു ജാതിയുടെ സമുദായത്തിൻ്റെ ഉന്നമനത്തിന് വേണ്ടി അവരുടെ അവർ നിൽക്കുന്നതാണ്. അവരെ സംബന്ധിച്ചുള്ള എല്ലാ പാർട്ടികളും അവർക്ക് തുല്യമാണ്. ആർക്കും വോട്ട് ചെയ്തോട്ടെ, പിന്നെ അവർ അഭിപ്രായമൊക്കെ പറഞ്ഞോട്ടെ, അവരത് കുഴപ്പമില്ല. അവർക്ക് ഗുണമുണ്ടെങ്കിൽ അവരുടെ അഭിപ്രായം പറയും, ദോഷം വരുമ്പോൾ അവർ എതിർത്ത് പറയും, അതെല്ലാം പറഞ്ഞോട്ടെ. പക്ഷേ അങ്ങനെ ഒരു പ്രീണനം ഒരാളിനെ പോയി കണ്ട്, ഇപ്പോൾ പണ്ടാണെങ്കിൽ വേറെ രൂപത്തിലൊക്കെ ആയിരുന്നു ഭരണകക്ഷികളൊക്കെ ചെയ്തിരുന്നത്. സ്കൂൾ കൊടുക്കുക, കോളേജ് കൊടുക്കുക, പണം കൊടുക്കുക, പല രൂപത്തിലാണ് ഈ പ്രീണനം നടക്കുന്നത്. നിയമങ്ങളുണ്ടാക്കി കൊടുക്കുക. അപ്പം അങ്ങനെ ഒരു സമുദായത്തെയും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, പ്രീണിപ്പിച്ചുകൊണ്ട് പോയാൽ ഉള്ള കുഴപ്പമെന്ന് പറയുന്നത് മറ്റു സമുദായങ്ങളും എന്ത് ചെയ്യും, സാമുദായികമായി ചിന്തിക്കുകയും സാമുദായികമായി നിന്നില്ലെങ്കിൽ നമുക്ക് കുഴപ്പമാണെന്നുള്ള ഒരു ചിന്ത ജനാധിപത്യത്തിൽ വളരും. അത് ഒരിക്കലും ഭൂഷണമല്ല, അത് പ്രൊമോട്ട് ചെയ്യാവുന്നതുമല്ല. അപ്പോൾ അതിന് വർഗീയ സംഘടനകളായി നിൽക്കുന്നവർ നിന്നോട്ടെ, അവരവരുടെ ഡിമാൻഡൊക്കെ വെച്ചോട്ടെ. അത് ജനുവിനാണെങ്കിൽ നടത്തി കൊടുക്കാതിരിക്കും. അത് വേറെ കാര്യം. പക്ഷേ ഇതൊന്നും അങ്ങനെയല്ല സംഭവിക്കുന്നത്. വേറെ നിവൃത്തിയില്ലല്ലോ. 40,000 മുസ്ലിം വോട്ടുകളാണ് അവിടെ ഉള്ളത്, പാലക്കാട് 40,000 മുസ്ലിം വോട്ടുകൾ. ഈ സാറ് ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് സാറിന് അറിയാമോ? എന്നെ ജയിപ്പിക്കാൻ വോട്ടിടൂ എന്ന് പറഞ്ഞല്ല പല ആൾക്കാർ മുസ്ലിങ്ങളെ സമീപിക്കുന്നത്.
BJP ജയിക്കും. അതെ അതെ, അതുകൊണ്ട് നിങ്ങൾ എനിക്ക് വോട്ട് തരണം എന്ന് പറയാം. അവിടെ SDPI പ്രവർത്തിച്ചിരിക്കുന്നത് അതുകൊണ്ടാണ്. അതെ, കാരണം അതെ. ഒരു ഈ ഭീകര 40,000 വോട്ട് നിങ്ങളുടെ കറക്റ്റ് UDFന്റെ പോക്കറ്റിൽ പോയില്ലെങ്കിൽ, നിങ്ങളെങ്ങാനും CPM-നും ആരെങ്കിലും വോട്ട് ചെയ്യാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങോട്ടെങ്ങാനും ചോർന്ന് പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ കാര്യം പിന്നെ കട്ടപ്പുകയാണ്. പിന്നെ BJP ഇവിടെ വരും, അറിയാമല്ലോ എന്ന് പറഞ്ഞാണ് അവർ വോട്ട് ചെയ്യിപ്പിക്കുന്നത്. സാറിന് ഇവിടെ നേമത്തെന്തോ നടന്നത്, ഇപ്പോൾ കുമ്മനം രാജശേഖരനെ ശിവൻകുട്ടി തോപ്പിച്ച എങ്ങനെയാണ്? 10,000 വോട്ട് SDPIയുടേതായിരുന്നു. അതേ വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് ജയിച്ചത്. എന്നിട്ട് SDPI വന്ന് പറഞ്ഞെന്താ ഇത് ഞങ്ങളുടെ വോട്ടാണെന്നല്ലേ പറഞ്ഞത്. അതാണ് എല്ലാവരും തേടുന്നുണ്ട്, എല്ലാ രാഷ്ട്രീയ പാർട്ടിയും തേടുന്നുണ്ട്. അഡ്ജസ്റ്റ്മെൻറ്റ് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നുണ്ട്. പക്ഷേ അതൊരു സംഘടിതമായ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് നടത്തുന്നത് രാഷ്ട്രീയമായി ശരിയല്ല. രാഷ്ട്രീയം എന്ന് പറയുന്ന കുറേ കൂടി മതേതരമായി പോകേണ്ടതും, അത് കുറച്ചുകൂടി പൊളിറ്റിക്കൽ കാര്യങ്ങൾ ചർച്ച ചെയ്യേണ്ടതും, കാര്യങ്ങളും ചർച്ച ചെയ്തില്ലല്ലോ. പാലക്കാട് തെരഞ്ഞെടുപ്പിൽ ട്രോളി വെട്ടി, പിന്നെ അതുപോലെ വയനാട് തെരഞ്ഞെടുപ്പിൽ പ്രിയങ്ക ഗാന്ധി വന്നത്, പ്രിയങ്ക ഗാന്ധി ഇറങ്ങുന്നത്, പോകുന്നത്, ഇങ്ങനെ മറ്റ് വിഷയങ്ങളാണ് പലരും ചർച്ച ചെയ്യുന്നത്. അല്ലാതെ പൊളിറ്റിക്കൽ വിഷയങ്ങൾ ചർച്ച ചെയ്യുക, പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റുകൾ ചർച്ച ചെയ്യുക, ജനങ്ങളുടെ അടിസ്ഥാന പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുക, മതേതരമായ ഒരു സമൂഹം എങ്ങനെ വളർത്തിയെടുക്കാൻ നോക്കുക. ഭരണഘടന നമ്മൾ പറഞ്ഞതുകൊണ്ട് മാത്രം മതേതരമാവില്ലല്ലോ. ഭരണഘടനയിൽ എഴുതി വെച്ചതുകൊണ്ടോ അല്ലെങ്കിൽ നമ്മൾ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ജാതിയില്ല മതമില്ല എന്ന് പറഞ്ഞിട്ടൊന്നും രാഷ്ട്രീയത്തിൽ വരത്തില്ല. ഇത് വരണം എങ്ങനെയാണ്? തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലൊക്കെയാണ് ഇത് പ്രതിഫലിക്കേണ്ടത്. അപ്പോൾ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം ചിലപ്പോൾ അവർ പ്രഖ്യാപിച്ചെന്നിരിക്കും. അവർ ഇരുന്നിട്ട് SDPIയോ അതുപോലെ സംഘടനകൾ എവിടെയെങ്കിലും യോഗം ചേർന്നിട്ട് പറയും ഞങ്ങൾ ഇപ്രാവശ്യം UDFന് കൊടുക്കുന്നു, അവർക്ക് അടുത്ത പ്രാവശ്യം പറയും ഞങ്ങൾ BJPക്ക് കൊടുക്കും, അല്ലെങ്കിൽ CPM-ന് കൊടുക്കുന്നു, അതവർ പറയും, അതവർ പറഞ്ഞോട്ടെ. പക്ഷേ ഇത് പാർട്ടികൾ തിരിച്ച്, ദേശീയ പാർട്ടികളും മറ്റ് പാർട്ടികളും തീർച്ചയായും ഈ ജാതി മത സംഘടനകൾ ആരായാലും, അത് വലിയ വർഗീയത പറയുന്നവരായാലും അല്ലാതെ, പക്ഷേ പണ്ടത്തെ കാലത്തുണ്ടല്ലോ ഇത് കുറവായിരുന്നു, ഇത് കുറവായിരുന്നു. ആകപ്പാട് ചെയ്യുന്നത് എന്തായിരുന്നു? ഒരു മണ്ഡലം ഉണ്ടെങ്കിൽ അവിടെ ഭൂരിപക്ഷം നായേഴ്സ് ആണെങ്കിൽ നായർ ക്യാൻഡിഡേറ്റിനെ നിർത്തും, ഈഴവയുള്ളിടത്ത് ഈഴവ ക്യാൻഡിഡേറ്റ്, അതങ്ങനെ ഒരു പരീക്ഷണമൊക്കെ നടത്തിയിട്ടുണ്ട് എല്ലാ പാർട്ടിയും. പക്ഷേ അല്ലാതെ പിന്നെ രഹസ്യ ചർച്ചകൾ നടക്കും. ഇപ്പോൾ കുറച്ചുകൂടെ പരസ്യമാണ്, അത് നല്ലതല്ല. അല്ല, അത് പിണറായി വിജയൻ പോലും മദനിയുമായിട്ട് കൈകോർക്കുന്ന കാഴ്ച നമ്മൾ, അത് ഞാൻ പറയാം, എല്ലാവരും ഇപ്പം ലീഗുമായിട്ടുള്ള വഴക്കെന്താ? തങ്ങളെയൊക്കെ ഒരുപാട് തെരുവ്. കാര്യം എന്താണ്? വരുമോ എന്ന് നോക്കി, വന്നില്ല. ആളുകളെ കൊണ്ടുവരാൻ നോക്കി, ആളുകളും വേണ്ടത്ര അങ്ങനെ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലൊന്നും ആരും അങ്ങനെ വോട്ടം ചെയ്തില്ല. അപ്പോൾ പിന്നെ അവരുമായിട്ട് തർക്കമാവുന്നു. അപ്പോൾ സന്ദീപ് വാര്യരും അങ്ങനെ ആയിരുന്നല്ലോ. സന്ദീപ് വാര്യർ അങ്ങോട്ട് പോകാൻ നിന്ന ആളല്ലേ, എങ്ങോട്ട് പോകണമെന്ന് പറഞ്ഞ് നിന്ന ആളാണല്ലോ. അപ്പോൾ സന്ദീപ് വാര്യർ അങ്ങോട്ട് പോകാൻ നിന്നെങ്കിൽ എടുക്കാൻ, വേറെ സ്ഥലത്തോട്ട് പോയപ്പോൾ മോശം. ഞാൻ പറഞ്ഞത് പൊളിറ്റിക്സ് എന്തിലേക്ക് പോയി? ഇത്തരം ഗിമ്മിക്കുകളുടെ പൊളിറ്റിക്സായി. തത്വാധിഷ്ഠിതമായ പൊളിറ്റിക്സ് പറയുകയോ, വികസന രാഷ്ട്രീയം പറയുകയോ, പരിസ്ഥിതിയുടെ രാഷ്ട്രീയം പറയുകയോ, ദളിതൻ്റെ രാഷ്ട്രീയം പറയുകയോ, പട്ടികജാതി പട്ടികവർഗക്കാരുടെ രാഷ്ട്രീയം പറയുകയോ, മത്സ്യത്തൊഴിലാളികളുടെ രാഷ്ട്രീയം പറയുകയോ, അങ്ങനെ കുറേ രാഷ്ട്രീയം ഉണ്ടല്ലോ. വികസനത്തിൻ്റെ രാഷ്ട്രീയം ഉണ്ടല്ലോ. ആ രാഷ്ട്രീയം പറയണം. വിദ്യാർത്ഥികളുടെ രാഷ്ട്രീയം ഉണ്ടല്ലോ, ഈ ചെറുപ്പക്കാരുടെ തൊഴിലില്ലായ്മയുടെ രാഷ്ട്രീയമുണ്ട്. അതൊന്നും പറയാതെ അതെല്ലാം ഒരു വശത്ത് നിൽക്കട്ടെ. നമ്മൾ ഈ രാജ്യത്തെ ഏത് മതസംഘടനയായാലും ജാതി സംഘടനയായാലും സമുദായ സംഘടനയായാലും വർഗീയ സംഘടനയായാലും തീവ്രവാദം പറയുന്നവരായാലും മിതവാദം പറയുന്നവരായാലും അവരുടെ വോട്ടുകളെ സംഘടിതമായി വാങ്ങുകയും അവരുമായി ഒരു സന്ധി സംഭാഷണം പരസ്യമായി രഹസ്യമായി ചെയ്തു പോകുന്ന രാഷ്ട്രീയം നമുക്ക് ഒരിക്കലും അംഗീകരിക്കാൻ. പരസ്യമായിട്ട് പറഞ്ഞുകൂടാത്ത ഞങ്ങൾക്ക് അതെ അത് പരസ്യമായിട്ട് പറഞ്ഞാൽ അതല്ലേ ഞാൻ പറയും, പരസ്യമായിട്ട് അതല്ലേ മലയാളിയുടെ ഒരു പ്രശ്നം. നമ്മൾ ഈ പുരോഗമനം പറച്ചിൽ നമുക്ക് പുരോഗമനം ഉണ്ട്, പ്രവൃത്തിയിൽ നമ്മൾ എന്തെങ്കിലും കാണിച്ചാലും. നമ്മളെ വീടിൻ്റെ പടി കയറുമ്പോൾ പുരോഗമനം എന്ന് പറഞ്ഞാൽ ചെരുപ്പ് അവിടെ ഊരിയിട്ടിട്ട് അകത്തോട്ട് കയറും, വേറെ ഒന്നും വേണ്ട. നമ്മളെ വീട്ടിനകവും വീട്ടിൻ്റെ പറമ്പ് നമ്മൾ ശുദ്ധമാക്കും, റോഡ് നമ്മൾ മലിനപ്പെടുത്തും, പുഴ മലിനപ്പെടുത്തും. ഒരു ഡുവൽ വ്യക്തിത്വം ഉള്ളവരാണ്. വലിയ ദളിത് രാഷ്ട്രീയവും ജാതിയിൽ കുറഞ്ഞ ആൾക്കാരുടെയൊക്കെ വലിയ രീതിയിലുള്ള രാഷ്ട്രീയം പറയും. എന്നാൽ സ്വന്തം കുടുംബത്തിൽ നിന്ന് അങ്ങനെ കല്യാണം പോട്ടെ, ഇത് ഓഫീസുകളിലൊക്കെ നമ്മുടെ ഇവിടെ സെക്രട്ടേറിയറ്റിലൊക്കെ എന്തൊക്കെയാണ് നമ്മൾ കേൾക്കുന്ന വാർത്തകൾ, മതഗ്രൂപ്പുകളും നമ്മളിത് പറയുന്നതല്ല തമാശയല്ലേ ധനേഷ്, പറയുമ്പോൾ നമ്മൾ കാര്യങ്ങൾ പറയും. പക്ഷെ പ്രവൃത്തിയിലോട്ട് വരുമ്പോൾ നമ്മൾ അണ്ടർഗ്രൗണ്ടിലൂടെ ഈ പരിപാടികൾ ചെയ്യും. അത് ഇപ്പോൾ കുറച്ചുകൂടി പ്രകടമായി വരുന്നു. ആരുടെ വോട്ട് വാങ്ങും പരസ്യമായിട്ട് പറയണ്ടേ, നമുക്ക് ഇന്ന ശക്തികളുടെ വോട്ട് വേണ്ട, അല്ലെങ്കിൽ ഇന്ന ആളുകളുമായിട്ട് ഞങ്ങൾ സന്ധി സംഭാഷണമില്ല, ഞങ്ങൾ അവരുടെ രാഷ്ട്രീയ വോട്ട് വേണ്ട. പക്ഷെ അവർ ചെയ്യുമായിരിക്കും, അത് വേറെ കാര്യം. പക്ഷെ ഇത് ദേശീയ രാഷ്ട്രീയ പാർട്ടികൾ രാഷ്ട്രീയമാണ് പറയേണ്ടത്, വികസനത്തിൻ്റെ രാഷ്ട്രീയമാണ് പറയേണ്ടത്, ഈ രാജ്യത്തിൻ്റെ രാഷ്ട്രീയമാണ് പറയേണ്ടത്. മറ്റത് ഒന്നും പറഞ്ഞാൽ ജനങ്ങൾ കൂടുതൽ ഇല്ലാത്ത ജനങ്ങളുടെ മനസ്സിലും കൂടി എന്ത് വരും? വർഗീയയും ജാതിയും മതവും അപ്പുറത്ത് സംഘടിക്കണം, നമുക്ക് സംഘടിച്ചുകൂടെ എന്ന് തോന്നുന്ന വളരെ നിഷ്പക്ഷമായി നിൽക്കുന്ന ആളുകളുടെ മനസ്സിൽ പോലും ഇത് കുത്തിവയ്ക്കാൻ പറ്റും. പക്ഷേ ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. മദ്യവും
ലഹരി പദാർത്ഥങ്ങളും പോലെയാണ് ജാതിയും അധികാരവും ഒക്കെ. അത് മനുഷ്യൻ്റെ ഉള്ളിൽ ഉണ്ട്. അത് എപ്പോൾ വേണോ നമുക്ക് എന്ത് ചെയ്യാം, കത്തിക്കാൻ പറ്റും. നമ്മൾ ശബരിമല വിഷയത്തിലൊക്കെ കണ്ടതാണ്. നമുക്ക് കത്തിച്ചെടുക്കാൻ പറ്റും ഒരാളുടെ വിഷയം മാത്രം പൗരത്വ നിയമത്തിലൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഒരാളുടെ ഉള്ളിൽ ഇത് കിടപ്പുണ്ട്. ആരും ഇത് കളഞ്ഞിട്ടല്ല ജീവിക്കുന്നത്, എല്ലാവരുടെ ഉള്ളിൽ ഇത് കിടപ്പുണ്ട്. അപ്പോൾ അത് കത്തും. അത് കത്തിക്കാതിരിക്കാൻ, അത് അടിഞ്ഞു പോട്ടെ ഉള്ളിലാണ്ട്, അതിങ്ങനെ പുറത്ത് വരാതിരിക്കാനാണ് രാഷ്ട്രീയ പാർട്ടികൾ. അല്ല, വേറൊരു കാര്യമുണ്ട് ഞാൻ മനസ്സിലാക്കി. ഇപ്പോൾ സാറ് ഒരു കാര്യം പറഞ്ഞില്ല, മദ്യം അത് ഇത്. ഞാൻ പറയട്ടെ, ഇപ്പോൾ മനുഷ്യൻ്റെ ബേസിക് ആയിട്ടുള്ള ഇൻസ്റ്റിങ്ക്റ്റ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇപ്പോൾ ജാതി മതവും ഇല്ലാത്തൊരു ലോകത്തെക്കുറിച്ച് സാർ സങ്കല്പിച്ച് നോക്കൂ. മനുഷ്യൻ നിറത്തിന്റെ പേരിൽ അടി കൂടത്തില്ലേ? അതായത് ഒരു സ്വത്വബോധമുണ്ട് മനുഷ്യൻ. അതെ, മനുഷ്യന് ഇൻബോൺ ആയിട്ട് കിട്ടിയിരിക്കുന്ന ഒരു ബേസിക് ഇൻസ്റ്റിങ്ക്റ്റ് ആണ്. അതെ, സ്വത്വബോധമാണ്. ഞാൻ അല്ലെങ്കിൽ എൻ്റെ വർഗം, അതെ, ഞാനൊരു അപ്പർ ഹയറാർക്കി, അതൊരു സ്വത്വബോധത്തിന്റെ പ്രശ്നമുണ്ട്. അതെ, ഈ സായിപ്പന്മാർക്കിടയിൽ തന്നെ, ഈ വെള്ളക്കാരന്മാർക്കിടയിൽ തന്നെ അടിയുണ്ട്. ഇപ്പൊ നമ്മൾ വിചാരിക്കും വെള്ളക്കാരനും കറുത്ത വർഗ്ഗക്കാരനും തമ്മിലാണ് അടി. അല്ലല്ലെങ്കിൽ ഞാൻ ഇംഗ്ലണ്ടാണ് കേട്ടോ. വെള്ളക്കാരർ തമ്മിലും അടിയുണ്ട്, ഈ കറുത്തവർ തമ്മിലും അടിയുണ്ട്. അതെ അതെ ഉണ്ട്. രാജ്യങ്ങൾ തമ്മിൽ അങ്ങനെയാണെങ്കിൽ പിന്നെ ലോകത്തിലെ എല്ലാ കറുത്ത വർഗ്ഗ രാജ്യങ്ങളും ഒന്നിച്ചിരിക്കണ്ടേ? അത് ശരിയാണ്. മുസ്ലിംകൾ തമ്മിലുണ്ട്. പിന്നെ അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും തമ്മിൽ ഒന്നിച്ചല്ലല്ലോ നിൽക്കുന്നേ. നമ്മുടെ രാജ്യത്ത് എന്താണ്, അൺഫോർച്ചുനേറ്റ്ലി അത് മതമായി പോയി. അതേ ഉള്ളൂ. മതമില്ലെങ്കിൽ ചിലപ്പോൾ നിറത്തിന്റെ പേര് എന്തിന്റെങ്കിലും. പണ്ട് കാലത്ത് ഹിന്ദുക്കൾ മാത്രം ഉണ്ടായിരുന്ന സമയത്ത് ശൈവൻ വൈഷ്ണവൻ എന്ന് പറഞ്ഞ് 2 ടീമായിട്ട് കിടന്ന് അടി കൂടിയിട്ടില്ലേ? എന്തിന്? നായരിൽ തന്നെ വിളക്കത്തില്ല നായർ. എത്ര ടൈപ്പ് നായർ, എത്ര ടൈപ്പ് നായര്. നായന്മാരെ തലമുടി വെട്ടേണ്ടതാര്? നായന്മാർ തന്നെ വെട്ടണം. അങ്ങനെ വെട്ടുന്ന കുറച്ച് ആളുകളെ, പാവപ്പെട്ടവരെ പിടിച്ച് അങ്ങനെ ആക്കിയിട്ട്, കാശൊന്നും ഇല്ലാത്തവരെ പിടിച്ചാക്കിയിട്ട് അവനൊരു പേര് വിട്ടു, ചെക്കാല നായർ. ഇതെല്ലാം നായരാണ്. ഈഴവരല്ല, ഈഴവ, പണിക്കര്, തീയൻ. എന്താണ് മനുഷ്യൻ കാട്ടിക്കൂട്ടുന്നത് ഇവിടെ? അതുകൊണ്ട് മനുഷ്യനെ കുറിച്ച് ചർച്ച ചെയ്തുകൊണ്ടല്ലേ നമുക്ക് ഭ്രാന്ത് വരും. ഒരു വർഗത്തിൻ്റെ സ്വത്വബോധമാണ്. അതെല്ലാം അധികാരവും പണവുമായി ലിങ്ക് ചെയ്ത് കിടക്കുന്ന സ്വത്വബോധമാണ്. ഈ സ്വത്വബോധത്തെ അങ്ങനെ പ്രയോജനപ്പെടുത്തും. അപ്പോൾ അത് തീർച്ചയായിട്ടും നമ്മുടെ രാഷ്ട്രീയത്തിൽ അത് ചർച്ച ചെയ്ത് തന്നെ പോകണം. അല്ലെങ്കിൽ വളർന്നു വരുന്ന തലമുറ വലിയ സംഘർഷത്തിലേക്ക് പോകും. താങ്ക് യു സർ. താങ്ക് യു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.